السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله. നിഫാഖിൽ നിന്നും കപടതയിൽ നിന്നും രക്ഷപ്പെടാനുള്ള രണ്ട് മാർഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഒന്ന്, അറിവ് പഠിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ രണ്ട്, നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളതുമാണ്. കാരണം അവ രണ്ടും ഒരിക്കലും ഒരു നിഫാഖുള്ള വ്യക്തിക്ക് പാലിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വതക്കകൾ നൽകുക എന്നുള്ളതാണ്. മഹാനായ അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വസ്സദഖതു ബുർഹാനുൻ. സുദീർഘമായ ഒരു ഹദീസാണ്. ആ ഹദീസിന്റെ ഒരു ഭാഗമാണ് വസ്സദഖതു ബുർഹാനുൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വതക്ക എന്ന് പറയുന്നത് അത് ഒരു തെളിവാണ് എന്ന്. സ്വതക്ക നൽകുന്നു എന്ന്, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ അതൊരു തെളിവാണ് എന്ന് അദ്ദേഹം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. മഹാനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ബുർഹാനുൻ ഐ ദലീലുൻ അലാ സിദ്ഖി ഈമാനിൽ മുത്തസദ്ദിഖി. ഒരാൾ സ്വതക്ക നൽകുന്നുണ്ട് എങ്കിൽ അയാളുടെ ഈമാനിനെയാണ് അത് അറിയിക്കുന്നത്, അയാളിൽ നിഫാഖ് ഇല്ല എന്നുള്ളതിനെയാണ് അറിയിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. കാരണം ഒരാൾ യഥാർത്ഥമായ വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എന്തെന്ന് പറയുന്നത് അയാൾ ആ മാർഗത്തിൽ ധനം ചെലവഴിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ അധ്വാനിച്ച് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും ഒക്കെ ചെലവഴിച്ച് നമ്മൾ നേടുന്ന സമ്പത്ത് നമ്മൾ വെറുതെ ഒരു മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കും? ഒരിക്കലുമില്ല. നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയുള്ളൂ. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും, അസ്സദഖത്തു ഹജ്ജത്തുൻ അലാ ഈമാനി ഫാഇലിഹാ. ആ സ്വതക്ക നൽകിയവന്റെ ഈമാൻ അത് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് സ്വതക്ക എന്ന് പറയുന്നത്. ഫഇന്നൽ മുനാഫിഖ യംതനിഉ മിൻഹാ ലികൗനിഹി ലാ യഅതഖിദുഹാ. കാരണം ഒരു മുനാഫിക്കായ മനുഷ്യൻ ആ പരലോകത്തിൽ വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ ആ സ്വതക്ക കൊടുത്താൽ അയാൾക്ക് തിരിച്ചു ലഭിക്കുകയില്ല എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ അവൻ അതിൽ നിന്നും വിട്ടു നിൽക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഫമൻ തസദ്ദഖ ഇസ്തദല്ല ബിസദഖതിഹി അലാ സിദ്ഖി ഈമാനിഹി. ആരെങ്കിലും സ്വതക്കകൾ നൽകുകയാണ് എങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ് എങ്കിൽ, ആ ചിലവഴിക്കൽ മുഖാന്തരം നമുക്ക് മനസ്സിലാക്കാം അയാളുടെ ഈമാനിൽ സത്യസന്ധതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നൊക്കെ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹവും പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഒരു സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ നേടുന്ന അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന ഒരു സമ്പാദ്യത്തിൽ നിന്ന് വളരെ കുറഞ്ഞ ഒരു രൂപത്തിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, സ്വതക്കകൾ കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കുക. അതും തന്നെ രഹസ്യമായി കൊടുക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ അത് രഹസ്യമാക്കി തന്നെ വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടെയുള്ള മരണം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.